അപ്പോൾ കൂട്ടുകാരെ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇതെന്താന്നല്ലേ? അവൽ മിൽക്ക്. നമ്മുടെ വിശപ്പും മാറും, ദാഹവും മാറും. ഈ ചൂട് സമയത്ത് വളരെ നല്ലതുമായിരിക്കും. കുട്ടികൾക്ക് ആഹാരം കഴിക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയേ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അവൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചുമന്ന അവലാണ്. നിങ്ങൾക്ക് ഏത് അവൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഏത് അവൽ എടുക്കുകയാണെങ്കിലും ഒന്ന് വറുത്ത് ഇതുപോലെ പൊടിഞ്ഞു വരുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കുക. കളറൊന്നും ചേഞ്ച് ആവരുത്. അതിനുശേഷം ഒരു പാത്രം എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാനിവിടെ എടുത്തു കൊടുത്തിരിക്കുന്ന പാളയംതോടൻ പഴമാണ്. സാധാരണ നല്ല മധുരമൊക്കെ ഉണ്ടാവും. ഞാലിപ്പൂവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഈ രണ്ട് പഴമാണ് സാധാരണ അവൽ മിൽക്കിന് എടുക്കാറുള്ളത്. ഞാലിപ്പൂവനാണ് മിക്കവരും എടുക്കുന്നത്. എനിക്ക് പൊതുവേ എനിക്കിതാണ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിതാണ് എടുത്തത്. ഒന്നുകൂടെ മധുരമൊക്കെ ആയിരിക്കും. അപ്പം ഞാനിവിടെ 2 പേർക്ക് എടുക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 5 പഴം എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ നമ്മുടെ ഫോർക്ക് വെച്ചിട്ടോ ഇല്ലെങ്കിൽ നല്ല ഇടിക്കുന്ന കല്ലുണ്ടല്ലോ അത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് ചതച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല മധുരത്തിൽ കൊടുത്താൽ അവർ നല്ലതുപോലെ കഴിച്ചോളും. അപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ നമ്മുടെ സാധാരണ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡയറ്റൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ഈ പഞ്ചസാര ഒഴിവാക്കാം. അതിനുശേഷം അത് ഒന്നുകൂടെ നമ്മുടെ പഞ്ചസാര അലിക്കുന്നിടം വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ലതുപോലെ ആ പഞ്ചസാരയും പഴവും കൂടി ഒന്ന് മിക്സായിട്ട് ഒരു ലൂസ് പരുവത്തിൽ വരും. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിനി എടുക്കാൻ. ഇവിടെ പഴം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അവൽ മിൽക്ക് തയ്യാറാക്കാനായിട്ടുള്ള കപ്പ് എടുത്തിട്ടുണ്ട്. കപ്പിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ ഇതുണ്ടല്ലോ അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിനകത്തോട്ടും 2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നട്ട്സ്, ഒന്നെങ്കിൽ കപ്പലണ്ടി ആവാം, ഇല്ലെങ്കിൽ ബദാം പൊടിച്ചതാവാം, അല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട്, ഇല്ലെങ്കിൽ പിസ്ത, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും, അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ കപ്പലണ്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പൊടിച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് 2 ഗ്ലാസ്സിലോട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ബൂസ്റ്റ്. നിങ്ങൾക്ക് ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റ് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബോൺവിറ്റ. നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഹോർലിക്സോ ബൂസ്റ്റോ ബോൺവിറ്റോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊരു ടീസ്പൂൺ വീതം ഞാൻ 2 ഗ്ലാസ്സിലോട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അവൽ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒത്തിരി ഇതാവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതിനുശേഷം അതും കൂടി ഒരു 2 ടീസ്പൂൺ 2 ഗ്ലാസ്സിൽ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്കി വന്നിരിക്കുന്ന നമ്മുടെ പഴത്തിൻ്റെ ആ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. ഓരോരോ ടീസ്പൂൺ വീതം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒന്നുകൂടെ നമ്മൾ കുറച്ച് നട്ട്സ് എടുക്കുക. ഞാനിപ്പോൾ ആദ്യമേ കപ്പലണ്ടി ചേർത്തിട്ടുണ്ട്. രണ്ടാമത് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുവാണേ. ഇതൊക്കെ ഓരോരുത്തരുടെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ കൊടുക്കുക. അതിനുശേഷം നല്ല തണുത്ത പാല്, ഞാനിവിടെ പച്ചപ്പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ കൊഴുപ്പൊക്കെ നീക്കം ചെയ്ത പച്ചപ്പാൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലതുപോലെ കാച്ചി ഫ്രിഡ്ജിനകത്ത് വെച്ച് നല്ല തണുപ്പിച്ചെടുത്ത പാല് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ പാല് 2 ഗ്ലാസ്സിലും പാലും കൂടി ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേളിൽ കുറച്ച് ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുവാണേ. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വാനില ഐസ്ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ മേളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ഇടുന്നതാണ്. ഇതൊന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റി ആയിരിക്കും. അതിനുശേഷം കുറച്ച് നട്ട്സും കൂടി ഇട്ട് കുറച്ച് ബൂസ്റ്റും കൂടി മേളിൽ തൂവിയതിന് ശേഷം നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ചൂട് സമയത്ത് ശരീരത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ അവൽ മിൽക്ക്. തണുപ്പേകാനും പിന്നെ നമുക്ക് ഭക്ഷണം സാധാരണ നമ്മുടെ ചൂട് സമയത്ത് വെള്ളം കുടിച്ച് തന്നെ നമുക്ക് ഒന്നും കഴിക്കാൻ തോന്നത്തില്ല. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ വിശപ്പും മാറും, നമ്മുടെ ദാഹവും മാറും, ശരീരത്തിന് വളരെ ഗുണപ്രദമാണ്. നമ്മുടെ അവലിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഹൈ ഫൈബറും നല്ല റിച്ച് അടങ്ങിയതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ഓപ്ഷണലായിട്ടുള്ളത് നമ്മുടെ ക്രീമും നട്ട്സുമാണ്.
പിന്നെ ബൂസ്റ്റ് വേണമെങ്കിലും, അതെല്ലാം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. ഇതൊന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.